ഇതുകൂടാതെ ആംബിയർ എന്ന് പറയുന്ന മറ്റൊരു തരം ഫോസിലുണ്ട്. മരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന പശ അഥവാ അരക്കിൽപ്പെട്ടു പോകുന്ന ചെറിയ പ്രാണികൾ. പിന്നീട് ആ പശ കട്ടിയായി കല്ല് പോലെയാകുമ്പോൾ അതിനുള്ളിൽ സുരക്ഷിതമായി ഇരിക്കുന്നു. ജുറാസിക് പാർക്ക് സിനിമ കണ്ടവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കൊതുകുകളെയും ഉറുമ്പുകളെയും ഇങ്ങനെ ഒട്ടും കേടുപാടുകളില്ലാതെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഫോസിലുകൾ ലഭിച്ചാൽ അടുത്ത പണി ശാസ്ത്രജ്ഞന്മാരുടേതാണ്. റീകൺസ്ട്രക്ഷൻ അഥവാ പുനർനിർമ്മാണം എന്നാണ് ഇതിന് പറയുക. നമുക്കൊരിക്കലും ഒരു ഡിനോസറിനെ മുഴുവനായും ഒറ്റയടിക്ക് കിട്ടില്ല. പലയിടങ്ങളിൽ നിന്നായി ലഭിക്കുന്ന ചെറിയ എല്ലിൻ കഷ്ണങ്ങൾ കൂട്ടിവെച്ച് ഒരു പസിലിന്റെ പകുതി കഷ്ണങ്ങൾ വെച്ച് ഒരു ചിത്രം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് പോലെ ശാസ്ത്രജ്ഞന്മാർ ആ ജീവിയുടെ രൂപം ഊഹിച്ചെടുക്കുന്നു. ഇതിന് അനാട്ടമിയെക്കുറിച്ചും ശരീരശാസ്ത്രത്തെക്കുറിച്ചും വലിയ അറിവ് ആവശ്യമാണ്. ഇന്നത്തെ കാലത്തെ ജീവികളുടെ ശരീരഘടനയുമായി താരതമ്യം ചെയ്താണ് പണ്ട് ജീവി എങ്ങനെയായിരുന്നു എന്നവർ വരച്ചെടുക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഭൂമി നിറയെ ഫോസിലുകളാണെന്ന് ഒരു നിമിഷം തോന്നിയേക്കാം. എന്നാൽ സത്യമതല്ല. ഭൂമിയിൽ ഇന്നുവരെ ജീവിച്ചിരുന്ന 99.9% ജീവികളും മരിച്ച ശേഷം ഒരു തെളിവ് പോലും അവശേഷിക്കാതെ മണ്ണോട് ചേർന്ന് പോയിട്ടുണ്ട്.